ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ 23rd ആണ് കേട്ടോ. അപ്പോൾ നാളെ ഒരു ദിവസമേ ഉള്ളൂ, മറ്റന്നാൾ ക്രിസ്മസ് അല്ലേ. അപ്പോൾ നമ്മൾ വടകര ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള അലി സ്റ്റോറിലേക്കാണ് വന്നിട്ടുള്ളത്. ഏട്ടൻ പറയുന്നത് അവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്, നമുക്ക് അവിടെ നിന്ന് മേടിക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസൊക്കെ കൂടുതലും അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ്. അപ്പോൾ നമുക്കതൊക്കെ നോക്കിയിട്ട് മേടിക്കാമെന്ന് കരുതി കേട്ടോ. ഇതിനെത്ര 80? 60. ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പുൽക്കൂടും അതേപോലെ ചെറിയ രീതിയിലൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അതിന് വേണ്ട കുറച്ച് സാമഗ്രികളൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് താമസവുമില്ല, അപ്പോൾ തന്നെ നമ്മൾ ക്രിസ്മസ് ട്രീയും അതുപോലെ പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അമ്പാടി മുറ്റത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ഏട്ടനും നമ്മുടെ ആ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യാനുള്ള തെർമോക്കോളൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും തന്നെ വലിയൊരു തെർമോക്കോളിൻ്റെ ഒരു വലിയ പീസായിരുന്നു മേടിച്ചിട്ടുള്ളത്. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ കാറ്റത്ത് അത് പാറിപ്പോയി പൊട്ടിപ്പോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ 2 പീസാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പിന്നെയും കട്ട് ചെയ്തിട്ട് നമ്മൾ ഗമ്മ് വെച്ച് ഒട്ടിക്കുകയാണ്. നമ്മൾ മേൽക്കൂരൊക്കെ പോലെ സെറ്റ് ചെയ്യണ്ടേ, അപ്പോൾ അതിനുള്ള തത്രപ്പാടിലാണ് ഞങ്ങൾ. അമ്പാടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലി സ്റ്റോറിൽ പോയാൽ പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളത് തെർമോക്കോളിൻ്റെ ഒരു വലിയ പീസായിരുന്നു കേട്ടോ. അത് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് നമ്മുടെ ട്രീയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെൽസും ബോൾസും അങ്ങനെയുള്ള ഒരു പാക്കറ്റ് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി യേശു, അതേപോലെ ക്രിസ്മസ് ഗാർലൻസ്, പിന്നെ 2 സ്റ്റാർ ബ്ലൂ ആൻഡ് റെഡ് ആയിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെയാണ് കാര്യമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടനാണെങ്കിൽ അവിടെ തെർമോക്കോളിൻ്റെ സംഭവം കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഞാൻ അവിടെ നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ ഞാൻ ഫ്രഷും ഫ്രൂട്ടൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതൊക്കെ ഏട്ടൻ പറിച്ച് കളഞ്ഞു. പിന്നെ അവിടെ കുറേ ചെടികളും മുല്ലവള്ളികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ചവറുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് മണ്ണിലേക്ക് ഇങ്ങനെ മണ്ണ് മാന്തി എടുത്തതിന് ശേഷം അതിലേക്ക് തെർമോക്കോളൊന്ന് ഫിക്സ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് വീട്ടിലിങ്ങനെ ക്രിസ്മസ് ട്രീ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കോളേജിലും സ്കൂളും അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ ഇത് ചെറിയ രീതിയിൽ കോമ്പറ്റീഷൻ പോലെയൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്യുമല്ലോ. അല്ലാണ്ട് വീട്ടിൽ ആദ്യമായിട്ടാണ്. എൻ്റെ വീട്ടിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ഇവിടെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്. പിന്നെ അമ്പാടിയൊക്കെ വളർന്നു വരികയല്ല, അവനൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു മേൽക്കൂര പോലെ സെറ്റ് ചെയ്തു കേട്ടോ, തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട്. അതിനുശേഷം പുല്ല് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയ പിന്നെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാനുള്ള നേരം കിട്ടിയിട്ടില്ല. ഞാനും അമ്പാടിയായിട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യേണ്ട തത്രപ്പാടിലാണ്. അമ്പാടിയുടെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. അവൻ മുറ്റത്തുനിന്ന് കളിക്കുന്നുണ്ട്, ഇടയ്ക്ക് അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഏട്ടൻ്റെ വണ്ടീൻ്റെ കുറച്ച് ടൂൾസൊക്കെയുള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് കളിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് മോർണിംഗ് മുതലേ ഞങ്ങൾ ഫുള്ള് ബിസി ആയിരുന്നു കേട്ടോ. ഇന്ന് അമ്പാടിൻ്റെ അംഗനവാടിയിൽ രാവിലെ തന്നെ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യലും ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യലും അമ്മമാരുടെയും കുട്ടികളുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തേ പിന്നെ ഞങ്ങൾ വന്നിട്ട് നമുക്ക് വീട്ടിനടുത്ത് തന്നെ ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു വൈകുന്നേരം അമ്പാടി ഉറങ്ങി എഴുന്നേറ്റ് പിന്നെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാനും പോയിട്ടുള്ളത്. അപ്പോൾ നാളത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞാൻ മുൻകൂട്ടി പറയുകയാണ്, ക്രിസ്മസിൻ്റെ നമ്മുടെ അംഗനവാടിയിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്മസ് ട്രീ ഒക്കെ എല്ലാവരും ഒരുക്കിയോ? അതേപോലെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ വീട്ടിൽ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. പിന്നെ മാവിൻ്റെ ചുവട്ടിൽ അതിൻ്റെ ഒരു വൈബ് വരുമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം ഞാനത് പുല്ലൊക്കെ വെച്ച് തെർമോക്കോൾ കാണാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്ത്
സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കലാപരമായി നോക്കുവാണെങ്കിൽ അതുപോലെ കലാപരമായി നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരുവിധം പുൽക്കൂടിൻ്റെ ഒരു സ്ട്രക്ചർ ചെറിയ രീതിയിലൊക്കെ വന്നു എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അത് പിന്നെ ഒന്ന് ഫിനിഷിങ് ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ തന്നെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം കാരണം ഞാൻ അവിടുന്ന് അതിന് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ അവിടുന്ന് ഓലയുടെ മട്ടൽ എടുക്കുവാണ് കേട്ടോ. നമുക്ക് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ട് 3 മട്ടൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അമ്പാടി ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുന്ന് ഇടക്കിടക്ക് ചിനുങ്ങും കരച്ചിലും പീച്ചലും ഒക്കെ ആയിരുന്നു. അപ്പോൾ സ്റ്റാർ 2 ഞാൻ കെട്ടിയിട്ട് ഇങ്ങനെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെക്കൊണ്ട് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. 2 സ്റ്റാർ ഉണ്ട്. അമ്പടി സ്റ്റാർ എവിടെ? അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ ഓലയുടെ മട്ടിലൊക്കെ ഇങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട്. ഒരു 3 പീസോളം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി അത് കുറച്ചും കൂടെ ഒന്ന് സ്ലിം ആക്കണം നമുക്ക് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചുറ്റിയെടുക്കുന്ന ആ ഒരു ഗാർലാൻഡാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഒരു റെഡും ബ്ലൂ ആയിട്ടുള്ള 2 സ്റ്റാർ മേടിച്ചിട്ടുണ്ടായിരുന്നു ചെറുത്. നമ്മുടെ ഒന്ന് ക്രിസ്മസ് ട്രീയിലും ഒന്ന് എന്താ പറയുക നമ്മുടെ പുൽക്കൂടിലും സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനുള്ള മട്ടലൊക്കെ ചെത്തിയെടുത്ത് കുറച്ച് സ്ലിമ്മൊക്കെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അത് 3 കൂടെ ജോയിൻ ചെയ്തിട്ട് സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടലിലേക്ക് ആ ഗാർലാൻഡ് വെച്ചിട്ടൊന്ന് ചുറ്റി എടുക്കുമ്പോഴത്തേക്കും പിന്നെ ഫുള്ള് നമുക്ക് കവർ ചെയ്യാനുള്ളത് എത്തിയിട്ടുണ്ടായിരുന്നു. 2 മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ കൂടെ ലൈറ്റ്സൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്തായാലും 2 1 2 നോക്കിയിട്ട് മേടിക്കാമെന്ന് കരുതുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പം 7 മണിക്ക് ശേഷം അലി സ്റ്റോർ പൂട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിനെ ആദ്യം വിളിച്ചു നോക്കി കേട്ടോ, കിട്ടുമോ വരുന്ന വഴിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിളിച്ചപ്പോഴത്തേക്കും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏട്ടൻ തന്നെ പോയിട്ട് ഓടിപ്പോയി മേടിക്കാം, നിങ്ങളിവിടെ നിന്നോ അകത്ത് കയറിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുൽക്കൂടിൻ്റെയും അതുപോലെ ട്രീൻ്റെ മുകളിലൊക്കെ ഒന്ന് ലൈറ്റ്സ് വെച്ചൊന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അകത്ത് കയറി. അമ്മയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അമ്പാടിക്ക് പഴംപൊരിയൊക്കെ കൊടുത്തു. ഞാനും കുറച്ച് നേരം കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കും തന്നെ ഏട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്യുന്ന ആ പുല്ല് പോലത്തെ, അപ്പോൾ അത് വെച്ച് ഞാനിത് ചുറ്റി എടുക്കുവാണ് കേട്ടോ കറക്റ്റായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വേറൊരു ലൈറ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പുൽക്കൂടിൻ്റെ ഉള്ളിലേക്കും ജസ്റ്റ് ഒന്ന് മുകളിലേക്കും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണിയേശുവിനെ കാണുന്ന രീതിയിലുള്ള ലൈറ്റ് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്പാടി കുറച്ച് സമയം അവിടുന്ന് ബാറ്റിനെ കൊണ്ട് കൊതുവിനൊക്കെ കൊന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മട്ടലിൻ്റെ ഒട്ടിക്കാൻ പറ്റുക? ഒട്ടിക്കതാ. അപ്പോൾ ക്രിസ്മസ് ട്രീയിലും അതുപോലെ പുൽക്കൂടിൻ്റെ അവിടെയൊക്കെ ലൈറ്റ്സ് വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ ട്രീയിലൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ബെൽസും ബോൾസും അതുപോലെ പുൽക്കൂടിലൊക്കെ സെറ്റ് ചെയ്യുന്ന ബെൽസൊക്കെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിടാൻ നോക്കുവാണ്. അപ്പോൾ മൊട്ട് സൂചി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു കേട്ടോ. തെർമോക്കോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലിങ്ങനെ തൂക്കിയിടാമല്ലോ. അപ്പോൾ മൊട്ട് സൂചി ഇല്ലാത്തത് കാരണം ഏട്ടൻ്റെ ഈ ഒരു ടൂൾസ് ബോക്സിൽ എന്തെങ്കിലും ആണി ഉണ്ടോ നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 ആണി വെച്ചിട്ടും ഞാൻ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ പുൽക്കൂടിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ ട്രീമിലൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ താഴത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. പിന്നെ പൂച്ചയൊക്കെ എൻ്റെ പുൽക്കൂടും അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടിട്ട് എത്തി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് ഞാനും ഏട്ടനും കൂടെ ചെയ്തതാണെങ്കിലും
അങ്ങനെ സ്വന്തമായിട്ട് പറയുമല്ല, ആദ്യമായിട്ടാണല്ലോ ലൈഫിൽ ഇതേപോലെ സ്വന്തമായിട്ട് വീട്ടിലൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ താഴെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആണി വെച്ചൊന്ന് സെറ്റ് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിനകത്ത് കയറിയിട്ട് മുകളിലത്തെ എന്താ പറയുക ക്രിസ്മസ് സ്റ്റാർ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നൈറ്റിൽ. അപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7:30 ആകുന്നപ്പോഴത്തേക്കാണ് ശരിക്കും നമ്മുടെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു ഫിനിഷിങ്ങിലെത്തിയിരിക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ സ്റ്റാറൊക്കെ തൂക്കി ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ അവിടെ നിന്ന് തൂങ്ങി ആടുന്നുണ്ട്. ഉണ്ണിയേശുവിനൊക്കെ കിടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ സ്റ്റാർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇതാ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. നല്ല ലൈറ്റ്സൊക്കെ ഇങ്ങനെ തെളിയുന്നുണ്ട്. ഇവിടെ ഇരുട്ടിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ക്യാമറേൻ്റെ ഒരു ലൈറ്റ്സ് വെച്ചിട്ട് ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അത്രയും ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്തത്. നമ്മൾ ഇത്രയും ചെയ്യുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു. നമ്മൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. പെട്ടെന്ന് തന്നെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയേശു അതാ അവിടെ കിടക്കുന്നു, നമ്മളെ നോക്കിയിരിപ്പുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പുല്ലൊക്കെ വെച്ചിട്ട്. എന്താ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയാമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ സെറ്റ് ചെയ്തേ പിന്നെ തന്നെ നമുക്ക് ഒരു ക്രിസ്മസ് വൈബൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആലി സ്റ്റോറിൽ പോയേ പിന്നെ ഉണ്ണിയേശുവും അതേപോലെ ഒരു സെറ്റായിട്ട് നമ്മൾ പുൽക്കൂടിനകത്ത് വയ്ക്കുന്ന കുറേ യേശുവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ല. എനിക്ക് കാര്യമായിട്ട് അറിയില്ല കേട്ടോ പറയാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒത്തിരി റേറ്റ് വരുന്നുണ്ട്. 200 സംതിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിയേശുവിന് മാത്രം 60 രൂപ കൊടുത്തിട്ട് അങ്ങനെ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ലൈറ്റ്സിനൊക്കെ 40 രൂപ അങ്ങനെയായിട്ടോ വരുന്നുള്ളൂ. ഈ ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ ഈ ബെൽസിനും ബോൾസും ഗിഫ്റ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന അതിനൊക്കെയാണ് ഒത്തിരി റേറ്റ് വരുന്നത്. നമ്മൾ ചെറിയ സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ ആണെങ്കിലും എന്താ പറയുക ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വരിക്കും ഒത്തിരി റേറ്റ് ഉണ്ട്, നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുമല്ലോ ചെറിയ സമയത്ത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ റേറ്റിലൊക്കെ നമുക്കും ഇതേപോലെ ശ്രമിച്ചാൽ പറ്റാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കാണിച്ചു കൊടുത്താൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വിളിച്ചിട്ട് ഞാൻ അമ്പാടീനെ കാണിച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി അവനെ കണ്ടപ്പോഴത്തേക്കും. അവൻ എക്സൈറ്റ്മെൻറ്റോട് കൂടി അപ്പൂപ്പനതാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പൻ എവിടെ? അപ്പൂപ്പനുണ്ടോ അവിടെ? ക്രിസ്മസ് അപ്പൂപ്പനുണ്ടോ വാവേ? സ്റ്റാർ എവിടെ? സ്റ്റാർ അല്ലേ? ഉണ്ണിയേശു എവിടെ? ഉണ്ണിയേശു എവിടെ? ദോ ഇവിടെ കിടക്കുന്നതാ, പുൽക്കൂട്ടിൽ കിടക്കുന്നതാ വാവേ. ഉണ്ണിയേശു എടുക്കട്ടെ അവിടെ നിന്നോട്ടെ. ഓ ഉണ്ണിയേശു എവിടെ വാവേ? പുൽക്കൂട്ടിൽ കിടക്കുന്നുണ്ടാ ഉണ്ണിയേശു? ആ ക്രിസ്മസ് ട്രീ എവിടെ മോനെ? ഇതൊക്കെ ഇതാ ട്രീ ഇതാ. ഹായ് ഇതാ ട്രീ. ആ മുത്തേ ക്രിസ്മസ് ട്രീ അത്. അപ്പൂപ്പനെ കാണിച്ച? സ്റ്റാറും അപ്പൂപ്പനും എല്ലാം ഉണ്ട് അല്ലേ? ആ എവിടെ ഉണ്ണിയേശു? എവിടെ ഉണ്ണിയേശു? പുൽക്കൂട്ടി കിടക്കുന്നുണ്ട്. ആ വാവേ ഇഷ്ടപ്പെട്ടിനാ? എന്റെ മോന് ഇഷ്ടപ്പെട്ടിനാ? പുൽക്കൂട് ഇഷ്ടപ്പെട്ടിനാ മുത്തേ? ക്രിസ്മസ് ട്രീയും എല്ലാം. എൻ്റെ ഒരു ചെറിയ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്നത് വളരെ കുറവേ കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല കേട്ടോ. കുറേ എല്ലാ വീടുകളിലും എന്താ പറയുക പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും കേട്ടോ. അപ്പോൾ കുട്ടികൾ തന്നെ എല്ലാം എന്താ പറയുക ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ അമ്മേനെ വിളിച്ചപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വീട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തന്നെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്പാടിക്ക് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്പാടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അപ്പൂപ്പേ സ്റ്റാർ ഉണ്ണിയേശു എന്ന് പറഞ്ഞിട്ടില്ല ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതാ മുകളിലത്തെ സ്റ്റാറൊക്കെ കാണിച്ചു കൊടുത്തു. അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു, ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി
ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയറും എത്തിക്കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഏതാണ്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അമ്പാടിനെ വിളിച്ച് കാണിച്ചു. അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇടക്കിടക്ക് യേശുവിനെ കാണിക്കുന്നുണ്ടായിരുന്നു, അപ്പൂപ്പനെ കാണിക്കുന്നുണ്ടായിരുന്നു, സ്റ്റാർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.